ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു യാത്ര പോവാണ്. കട്ടപ്പനയിലെ ഞങ്ങളുടെ ഫാമിലി മെമ്പറിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനും യാത്രയും അതിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും. വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ പോയാൽ കുറുപ്പമ്പടി ജംഗ്ഷനുണ്ട്. നിങ്ങൾ കോതമംഗലത്തിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും നല്ല വഴിയാണ്. പെരുമ്പാവൂർ ടച്ച് ചെയ്യാതെ നിങ്ങൾക്ക് മലയാറ്റൂർ, കാലടി, അങ്കമാലി പോകുന്നവർക്ക് ഈ വഴി ബെസ്റ്റാണ്. ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല റോഡാണ്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നവർക്ക് കുറുപ്പമ്പടിയിൽ നിന്ന് റൈറ്റ്, മലയാറ്റൂർ റൈറ്റ് ടേൺ തിരിഞ്ഞ് പോകാം. കുറുപ്പമ്പടി ജംഗ്ഷനിലെത്തി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് കോതമംഗലം ബസ് കയറി കോതമംഗലത്തിൽ നിന്ന് കട്ടപ്പനയിലേക്കായിരിക്കും യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്നാക്സൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്നാക്സ്, വെള്ളം എല്ലാം കരുതിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബസ്സിൽ ഒന്നിച്ച് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറുപ്പമ്പടിയിൽ നിന്ന് കോതമംഗലം എത്തി. കോതമംഗലത്തിൽ നിന്ന് ഇപ്പോൾ കയറിയിരിക്കുന്നത് കട്ടപ്പന ബസ്സാണ്. ഒരു 3.5 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ ഒരു 1:30 ആയപ്പോൾ അവിടെ എത്തും. പിന്നെ അവിടുന്ന് ഫുൾ ഈ വ്യൂ ആയിരുന്നു. മലകളും കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും ഫുൾ വ്യൂ ആയിരുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫുഡ് കിട്ടുന്ന പ്ലേസാണ്. അത് അവിടുത്തെ ലോക്കൽ ആളുകളോട് തിരക്കി അറിയാൻ പറ്റും. ഫുഡ് മോശമായ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസ്ക് എടുത്തില്ല. നല്ല ഹോട്ടൽ കിട്ടി. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു. വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തു. ഒരു 15 മിനിറ്റ്, അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് യാത്രയുണ്ടായി പുളിയമലയിലേക്ക്. അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോയ്ക്ക് ഒരു 10 മിനിറ്റ് യാത്ര. നടക്കാനുള്ള കൊതി കൊണ്ട് പകുതി എത്തിയപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് നമ്മളുടെ പ്ലേസ് എത്തി. ഇത് പാറമടയായിരുന്നു. ഇപ്പം അത് ക്രഷറാണ്. ഇതാ നടുക്കിടക്കണ മുതലിനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ഏലം ഉണ്ടായി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് ഏലമാണ്. ഇപ്പം സമയം ഒരു 3 മണിയായി. ഒരു 4 മണി ആകുമ്പോഴേക്കും ഇവിടെ നല്ല കോട ഇറങ്ങുന്ന സമയമാണ്. ഒരു 3 മണി കഴിയുമ്പോഴേക്കും ഇവിടുത്തെ തോട്ടം പണിക്കാരൊക്കെ പണി നിർത്തി വീട്ടിലേക്ക് പോകുന്ന കാണാം. ഓരോ ബസ് സ്റ്റോപ്പിലും നിൽക്കുന്നതും ജീപ്പിലായിരിക്കും കൂടുതൽ യാത്ര. മലകളും കുന്നുകളും ആയതുകൊണ്ട് തന്നെ കൂടുതൽ യാത്ര ഇവിടെ ജീപ്പിലായിരിക്കും ഇവർ. ഇവിടെ ബസ് റൂട്ട് കുറവാണ്. നാല് മണിക്ക് മുന്നേ നമുക്കിവിടെ നിന്ന് പോകണം. കാരണം കോട ഇറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളധികം നിന്നില്ല, പെട്ടെന്ന് തന്നെ പോന്നു. ടോറസിൽ ഇത്രയും ലോങ് യാത്ര ഇത് ആദ്യമായിട്ടാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്നൊരു ഫീലായിരുന്നു.
ഇടയ്ക്കൊക്കെ ജംഗ്ഷനിൽ നിന്ന് വീട് വരെയും വീട്ടിൽ നിന്ന് ജംഗ്ഷൻ വരെയൊക്കെ ടോറസിൽ പോകാറുണ്ട്, ചെറിയ ചെറിയ യാത്രകൾ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരെപ്പോഴും ജംഗ്ഷൻ വരെയൊക്കെ ടോറസിലാണല്ലേ. അങ്ങനെയല്ല, ഇടയ്ക്ക് രൂപേഷനെ കാണുമ്പം കയറി പോകാറുണ്ട്. അങ്ങനെ രൂപേഷേട്ടൻ കുറച്ച് സ്ട്രെസ്സിലായിരുന്നു, കാരണം 3 മണി കഴിഞ്ഞു. അപ്പം 4 മണിക്ക് മുന്നേ ഇവിടുന്ന് കവർ ചെയ്ത് പോകണം, ഇല്ലേ പണി കിട്ടും. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പക്ഷേ ഭയങ്കര എൻജോയ് ചെയ്ത ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ. വെള്ളത്തിന് നല്ല കൂളിംഗ് ആയിരുന്നു. പാറയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല കൂളിംഗ് ആയിരുന്നു. ഞങ്ങൾ അധികം നിന്നില്ല, പെട്ടെന്ന് പോന്നു. ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും തിന്നും കുടിച്ചും വീടെത്തി. 8:30 ആയപ്പോൾ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ, സീ യു.